ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റാരുമല്ല നമ്മുടെ സബ്ജക്റ്റ് അഖിൽമാരാറാണ്, നിലപാടുകളുടെ രാജകുമാരൻ. ഇത്രയും നിലപാടുള്ളൊരു വ്യക്തി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ലാസ്റ്റ് ഇലക്ഷനിൽ T20യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച അഖിൽമാരാർ T20 വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി മീഡിയാസിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലുമാളിൽ പോയി മുണ്ടുപൊക്കി നിൽക്കുന്നതാണെന്ന് പറഞ്ഞ ആൾ അടുത്ത വർഷം ബിഗ് ബോസിൽ പോയി കപ്പും വാങ്ങിയിട്ട് വന്നു. BJPയിൽ ചേരില്ലെന്ന് പറഞ്ഞ് ആഞ്ഞടിച്ച ആൾ BJPയുടെ തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് പോയി തോറ്റു തുന്നം പാടി. ഇന്നോ ഇന്നലെയോ അല്ല, പുള്ളി കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊന്നും തന്നെ ജനങ്ങളെ സേവിക്കാനോ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല. സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ പുള്ളി തോറ്റ പാർട്ടിയിൽ വരാനുണ്ടായ സാഹചര്യത്തെ പറ്റി പറയുന്നുണ്ടോ, അതൊന്ന് കേൾക്കാം. ഇന്നലകളിൽ എന്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടുക്കുന്ന സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കും, ഞാൻ അവിടെ സ്വന്തമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700 വോട്ട് ഒരു CPM കൊട്ടാരത്തിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ചത്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ആദർശങ്ങൾ വിളമ്പുന്ന ഈ അഖിൽമാരാർക്ക് ഇപ്പോൾ ഇത് എന്ത് പറ്റി? എന്തു തന്നെ ആയാലും വലിയ കഷ്ടമായിപ്പോയി. ബിഗ് ബോസിൽ വന്ന സമയത്ത് അണ്ണനോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗെയിമറായിരുന്നു, അതേപോലെ തന്നെ എനർജറ്റിക് ആയിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് പുള്ളി തന്നെ പുള്ളിയുടെ ഭാവിയും ഭൂതവും അതേപോലെ തന്നെ പുള്ളിയുടെ ഓരോ വിലയൊക്കെ നശിപ്പിച്ചു. ഇനി പാർട്ടിയിൽ വന്ന ശേഷം കുറേ നഷ്ടങ്ങൾ വന്നിട്ട് ബെൻസ് വിറ്റ് ഇലക്ട്രിക് കാർ വാങ്ങിച്ചു, അങ്ങനെ കുറേ നഷ്ടങ്ങളെ പറ്റി പുള്ളി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. നഷ്ടങ്ങൾ വന്നാലും പൈസ പിന്നീട് അവർ കൊടുത്തെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. BJPയിൽ നിന്ന് പുറത്തു വന്ന പുള്ളി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും പൊതുപ്രവർത്തനത്തിൽ അത്രയേറെ താല്പര്യമുള്ളതായിട്ട് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കൂടാതെ പുള്ളി ചെയ്തു കൊടുത്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമ്മൾ അതും കാണാണ്ട് പോകരുത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.